ജിൽസി 3 പേരെയും കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അല്പസമയം മുമ്പ് മുതിർന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മന്ത്രി രാജന്റെ പ്രതികരണം ഇതിനിടയിൽ വന്നതുകൊണ്ടാണ് പൂർണ്ണമായും നമുക്കത് സംരക്ഷണം ചെയ്യാൻ കഴിയാതിരുന്നത്. 3 പേരെയും കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് രണ്ടാമത്തെ ആളെ പുറത്തെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മൂന്നാമത്തെ ആളെയും സ്ലാബിനടിയിൽ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്ലാബ് മറിച്ചിട്ടാൽ മാത്രമേ അവരെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. സ്ലാബിനടിയിൽ ചില കമ്പികളുണ്ട്, ആ കമ്പികളാണ് തടസ്സം. അതുകൊണ്ട് തന്നെ അത് മാറ്റിയതിനു ശേഷം മൂന്നാമത്തെ ആളെ കൂടി പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആ സ്ലാബ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സ്ലാബ് പൂർണ്ണമായി മറിച്ചിട്ടതിന് ശേഷം മൂന്നാമത്തെ ആളെ കൂടി പുറത്തെടുത്തുകൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ആംബുലൻസും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ആളെ പുറത്തേക്കെടുക്കാൻ കഴിയുന്ന ഉടൻ അദ്ദേഹത്തെ രക്ഷിച്ച് പുറത്തുള്ള സ്ഥലത്ത് എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മന്ത്രി കെ രാജൻ മറ്റു കാര്യങ്ങൾ അല്പസമയം മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ആളെ അല്പസമയത്തിനകം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. രണ്ടാമത്തെ ആളെയും അല്പസമയം മുമ്പ് പുറത്തെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചൊരു അപ്ഡേറ്റ് അധികൃതർ നമുക്ക് തന്നിട്ടില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം ഇവിടെ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ആ സ്ലാബ് നീക്കം ചെയ്യുന്നു. സ്ലാബിന് മുകളിൽ മണ്ണ് കെട്ടിക്കിടക്കുന്നുണ്ട്. ആ മണ്ണ് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ കാണുന്നത്. അത് മാറ്റിയതിന് ശേഷം ആ സ്ലാബ് മറിച്ചിടും. ആ സ്ലാബ് മറിച്ചിടുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ മൂന്നാമത്തെ ആളെ കൂടി പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ജിൽസി, എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. മൂന്നാമത്തെ ആളെ കൂടി ആ സ്ലാബിനടിയിൽ കണ്ടെത്താൻ ഈ രക്ഷാദൌത്യ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്ലാബ് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കൂടി പുറത്തെടുക്കുക. സ്ലാബിനുള്ളിൽ വിഘാതമായി കമ്പികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ലാബ് വലിയ സ്ലാബാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് ഉയർത്തുക എന്നുള്ളതും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങൾ, എങ്ങനെ ഈ സ്ലാബ് മറിച്ചിട്ടുകൊണ്ട് അതിനുള്ള ആളെ രക്ഷിക്കാം എന്നുള്ള ശ്രമങ്ങൾ കൂടി അവിടെ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. അപ്പോൾ 2 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇവരുടെ ആ സ്ലാബ് പൊട്ടിച്ച്, സ്ലാബ് തകർത്തുകൊണ്ട് 2ആയി പിളർന്നുകൊണ്ട് അതിനെ മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. വലിയ സ്ലാബാണ്, അതുകൊണ്ട് തന്നെ അതിനെ 2 പീസാക്കി തന്നെ ഇളക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി അവിടെ നടക്കുകയാണ്. അതിനുള്ള വഴികളാണ് അവിടെ ആലോചിക്കുന്നത്. എന്തായാലും ആ സ്ലാബ് മാറ്റാൻ കുറച്ചെങ്കിലും അങ്ങോട്ട് മാറ്റി കഴിയുകയാണെങ്കിൽ മൂന്നാമത്തെ ആളെ കൂടി രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് രക്ഷാദൌത്യ സംഘത്തിനുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെങ്കിലും ആ സ്ഥലത്ത് പുരോഗമിക്കുന്നു. നാട്ടുകാരുടെയൊക്കെ സഹായം കൂടി ഈ രക്ഷാദൌത്യ സംഘത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. 2 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരാളുടെ പേര് രൂപൻ എന്നാണുള്ളത്, സ്ഥിരീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ആൾ ആരാണ് എന്നുള്ളതിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. നടരാജ്, രണ്ടാമത് രക്ഷപ്പെടുത്തിയ ആളുടെ പേര് വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? ജിൽസി, രാഹുൽ, അലീം, റൂബൽ, ഇവർ 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. റൂബലിനെ കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ, അലീം, ഇവർ 2 പേരിൽ ഒരാളെയാണ് പുറത്തെടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് അധികൃതർ അറിയിച്ചിട്ടില്ല. മൂന്നാമത്തെ ആൾ ഇപ്പോൾ സ്ലാബിനടിയിലുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ കാണുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ സ്ലാബ് പൊട്ടിക്കാതെ ആ സ്ലാബിനെ മുഴുവനായി മറിച്ചിടുക അപ്രായോഗികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ സ്ലാബ് പൊട്ടിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത്. പൊട്ടിച്ചാൽ 2 കഷ്ണങ്ങളാക്കി 2 ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് ശ്രമിക്കും. ആദ്യം 2 തവണ ഈ സ്ലാബ് മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ അത് പ്രായോഗികമല്ല. മറുഭാഗത്ത് ആളുകളുമുണ്ട്, മറുഭാഗത്ത് കടകളുമുണ്ട്, കെട്ടിടങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറിച്ചിടുന്നത് പ്രായോഗികമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് പൊട്ടിച്ച് മറിച്ചിടാനുള്ളൊരു ശ്രമം നടത്തുന്നത്. അതാണിപ്പോൾ കാണുന്നത്. ചെറിയ രീതിയിൽ അത് ഉടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ഉടച്ച ശേഷം അത് മാറ്റിയിടുകയോ പൊട്ടിച്ച് മാറ്റുകയോ ചെയ്ത ശേഷമാകും മൂന്നാമത്തെ ആളെ പുറത്തെടുക്കാൻ കഴിയുക. കട്ടർ, ഇലക്ട്രിക് കട്ടർ അവിടെ കൊണ്ടുവന്ന് തയ്യാറെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ കട്ടർ ഉപയോഗിച്ചുകൊണ്ടും ഇത് മുറിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റുകയാണ്. ഈ ഭാഗത്തു നിന്ന് ആളുകൾ മാറിയതിനു ശേഷമായിരിക്കും ആ സ്ലാബ് മറിച്ചിടുക എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. സ്ലാബ് തെന്നിപ്പോകുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങൾ കാണാം. വിചാരിച്ചത്ര ഒരു ഭാരമല്ല അതിനുള്ളത്. അതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന ദിശയിലേക്ക് അത് തള്ളിയിടാൻ കഴിയുകയും ഇല്ല. അതുകൊണ്ട് തന്നെ അത് നോക്കിയ ശേഷം മാത്രമേ ഇത്തരത്തിൽ പൂർണ്ണമായി തള്ളിയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും രക്ഷപ്പെടുത്തേണ്ട ആളെ ഒന്ന് വലിച്ച് എടുക്കാനുള്ളൊരു തരത്തിലേക്ക് അതൊന്ന് മാറിക്കിട്ടിയാൽ തന്നെയും മതിയാകും. അതിനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്തായാലും മൂന്നാമത്തെ ആളെ കൂടി കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. സ്ലാബ് പൊട്ടിച്ചുകൊണ്ട് ഉടൻ തന്നെ ഇത് മറിച്ചിട്ടുകൊണ്ട് ആളെ പുറത്തെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ദൃശ്യങ്ങൾ കാണാൻ മുതിർന്ന അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെ തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പോലീസും സ്ഥലത്തുണ്ട്.
ആംബുലൻസ് ഇവിടെ സജ്ജമാണ്. തൊട്ടടുത്ത ആശുപത്രിയിലൊക്കെ തന്നെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന കാര്യം അറിയിച്ചിട്ടുമുണ്ട്. ഉടൻ തന്നെ ഇവരെ കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം ആ സ്ലാബ് തള്ളിയിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.